എല്ലാവർക്കും നമസ്കാരം. 2024 മാർച്ച് മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രനെ കൂടാതെ ശുക്രൻ, ബുധൻ, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഈ മാസം രാശി മാറുന്നത്. ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിൽ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരിയെന്നാൽ നമുക്കിനി മാർച്ച് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. തുലാക്കൂറിൽ ജനിച്ചവരുടെ മാർച്ച് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ശുക്രൻ 7-ാം തീയതി വരെ മകരക്കൂറിലും പിന്നീട് കുംഭക്കൂറിലും സഞ്ചരിക്കുന്നതിനാൽ മനസ്സന്തോഷം അധികരിക്കും. കലാകാരന്മാർക്ക് അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. 7-ൽ വ്യാഴവും സഞ്ചരിക്കുന്നതിനാൽ വിവാഹാദി മംഗളകാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. ബുധൻ 7-ാം തീയതി മുതൽ തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നത് പഠനകാര്യങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും ജന്മരാശിയിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ്. 15-ാം തീയതി വരെ ചൊവ്വ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നത് മൂലം സാമ്പത്തിക നേട്ടമുണ്ടാകും. പിന്നീട് 5-ാം ഭാവത്തിൽ ശനിയുടെ കൂടെ ചേർന്ന് ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങൾ മൂലം ചില മനസ്സങ്കടങ്ങളും ഉണ്ടാകും. സൂര്യൻ 14-ാം തീയതി വരെ കുംഭത്തിലും പിന്നീട് മീനക്കൂറിലുമാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ മീനക്കൂറിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. മാർച്ച് 15, 16 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ തുലാക്കൂറിൽ ജനിച്ചവർക്ക് ഈ മാസം അനുകൂല ഫലങ്ങളായിരിക്കും അധികം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കൂറിൽ ജനിച്ചവരുടെ മാർച്ച് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.